നമസ്കാരം, ഞാൻ ആസ്ട്രോളജർ ആർ നിജു. നമുക്കിന്ന് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പൂക്കളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. തുളസി വത്സരം ജൈവം വില്വപത്ര പദാർത്ഥകം ചെത്തി താമര സപ്താഹം അന്യപുഷ്പം ദിനേ ദിനേ എന്നാ പറയുന്നത്. പൂക്കളുടെ ഒരു ശാസ്ത്രം എന്ന് പറയാമെന്ന് വെച്ചാൽ അതാ. ഇപ്പോൾ തുളസി വത്സരം ജൈവം എന്ന് പറയുമ്പോൾ തുളസിയുടെ ഒരു ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പൂവിൻ്റെ ആ ഇലയുടെ ഫലം എന്ന് പറയുന്നത്, ഒരു വർഷം വരെ അത് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. തുളസി വത്സരം ജൈവം എന്ന് പറഞ്ഞാൽ തുളസി ഒരു വർഷത്തോളം നമുക്ക് അത് പൂജിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കും. അത്രത്തോളം ഗുണഫലങ്ങൾ അതിലുണ്ട് എന്ന് പറയുന്നത്. വില്വപത്ര പദാർത്ഥകം എന്ന് വെച്ചാൽ കൂവളത്തിൻ്റെ ഇലയാണ്. അപ്പോൾ കൂവളത്തിൻ്റെ ഇല 6 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയാം. അപ്പോൾ ഒരു 6 മാസമെങ്കിലും നമുക്കൊരു കൂവളത്തിൻ്റെ ഇല നമ്മളിലുണ്ടെങ്കിൽ ഭഗവാനെ പൂജിക്കാനായിട്ട് അതെത്ര കരിഞ്ഞാലും അല്ലെങ്കിൽ എത്രത്തോളം വാടിയാലും ഒരു 6 മാസം വരെയെങ്കിലും നമുക്കതെടുത്ത് ഭഗവാനെ പൂജിക്കാം. ചെത്തി താമര സപ്താഹം എന്ന് വെച്ചാൽ ചെത്തിയും താമരയും ഒരാഴ്ച വീതം പഴക്കം വന്നാലും അതിൻ്റെ ഇല ആ പൂവ് വാട്ടം സംഭവിച്ചാലും നമുക്കത് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുക, ഇതൊക്കെ ഇത്ര നാളുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ഇതെല്ലാം കരിഞ്ഞ് ചുക്കായി പോകും എന്നാണ് പറയുന്നത്. പലവരും ചിന്തകൾ അങ്ങനെയും വരാം. എന്നുവെച്ചാൽ പൂർവികർ പറഞ്ഞിട്ടുള്ളത്, ഇത്ര നാളുകൾ കഴിഞ്ഞാൽ പോലും ഈ പുഷ്പത്തിൻ്റെ ഒരു ഫലത്തെ അതിജീവിക്കാൻ, ആ ഫലം നിലനിർത്തിക്കൊണ്ട് പോവാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്യപുഷ്പധിരേദിനെ മറ്റു പുഷ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വെച്ച് അത് പൂജിക്കുക. അതായത് മറ്റു പുഷ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുഷ്പങ്ങൾ ഇന്ന് കിട്ടിയ നമ്മൾ പൊട്ടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ഉപയോഗിക്കണം, നാളത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ അങ്ങനെ പുഷ്പങ്ങളുടെ ഒരു കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് അറിയാൻ സാധിച്ചത്. നന്ദി, നമസ്കാരം.